Dear friends, you are welcome to Historia. ഹിസ്റ്റോറിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കറണ്ട് അഫയേഴ്സ് ആണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പ്രധാനപ്പെട്ട 5 കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളും വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം എന്ന് ഓർക്കുക. 2022 നവംബറിൽ അന്തരിച്ച ഇള ഭട്ട് സ്ഥാപിച്ച സംഘടന ഏതാണ്? 2022 നവംബറിൽ അന്തരിച്ച ഇള ഭട്ട് സ്ഥാപിച്ച സംഘടന ഏതാണ്? ഓർക്കുക, താഴെത്തട്ടിലുള്ള വനിതകളുടെ ഉന്നമനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും അവരുടെ സ്വയം പര്യാപ്തതയ്ക്കും വേണ്ടി ഇള ഭട്ട് 1972 സേവ എന്ന സംഘടന സ്ഥാപിക്കുന്നത്. ഓർക്കുക, താഴെത്തട്ടിലുള്ള വനിതകളുടെ ഉന്നമനത്തിനും ശാക്തീകരണത്തിനും അവരുടെ പുരോഗതിക്കെല്ലാം വേണ്ടി 1972 ഇള ഭട്ട് സേവ എന്ന സംഘടന സ്ഥാപിച്ചത്. സെൽഫ് എംപ്ലോയ്മെന്റ് വുമൻ അസോസിയേഷൻ. മറക്കണ്ട, സെൽഫ് എംപ്ലോയ്മെന്റ് വുമൻ അസോസിയേഷൻ എന്ന സംഘടനയാണ് ആര് സ്ഥാപിച്ചത്? ഇള ഭട്ട് സ്ഥാപിച്ചത്. ഓർത്തുവയ്ക്കുക, ഇതൊരു സംഘടന എന്നതിലേക്കുള്ളപരി ഇന്ത്യയിലെ ഏറ്റവും വലിയ വനിതാ സഹകരണ സംഘവും അതോടൊപ്പം ഒരു തൊഴിലാളി സംഘടന കൂടിയാണിത് സേവ എന്ന് പറയുന്നത്, സെൽഫ് എംപ്ലോയ്മെന്റ് വുമൻ അസോസിയേഷൻ. ഓർത്തുവയ്ക്കുക. ഇനി ഇള ഭട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മനുഷ്യാവകാശ പ്രവർത്തകയും വുമൻ അസോസിയേഷൻ ലീഡറൊക്കെ കൂടിയുള്ള ഒരാളാണ് ഇള ഭട്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചെറുകിട വായ്പകൾ, വനിതകൾക്ക് ഏറ്റവും കൂടുതൽ ചെറുകിട വായ്പകൾ നൽകുന്ന വേൾഡ് വുമൻസ് ബാങ്കിന്റെ സഹസ്ഥാപകയും അതിന്റെ പ്രസിഡന്റൊക്കെ ആയിരുന്ന ഒരാളും കൂടിയാണ് ആര്? നമ്മൾ പറഞ്ഞ ഇള ഭട്ട്. അതോടൊപ്പം തന്നെ 1986 മുതൽ 89 വരെ രാജ്യസഭാ അംഗമായിരുന്ന ആൾ കൂടിയാണ്. 86 മുതൽ 89 വരെ രാജ്യസഭാ അംഗമായിരുന്ന വ്യക്തി കൂടിയാണ് ആര്? ഇള ഭട്ട് എന്നറിയപ്പെടുന്നത്. ഇതുകൂടാതെ പത്മശ്രീ, പത്മഭൂഷൺ, മാക്സസെ അവാർഡ്, റൈറ്റ് ലിവ്ലിഹുഡ് അവാർഡ്, അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം. ഓർക്കുക, പത്മശ്രീയുണ്ട്, പത്മഭൂഷണ്ട്, റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡുണ്ട്, മാക്സെ അവാർഡുണ്ട്, അതുകൂടാതെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം. ഇതെല്ലാം ലഭിച്ച വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വനിത കൂടിയാണ് അത് ഇള ഭട്ട് എന്നറിയപ്പെടുന്നത്. മറക്കണ്ട, ഇള ഭട്ട് സ്ഥാപിച്ച സംഘടന 1972 സെൽഫ് എംപ്ലോയ്മെന്റ് വുമൻ അസോസിയേഷൻ എന്ന സേവ എന്ന സംഘടനയാണ് സ്ഥാപിച്ചത്. ക്ലിയർ ആയിരിക്കുമല്ലോ? ഓക്കെ പെൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2022 2020 വേൾഡ് കപ്പ് ലഭിച്ചത് ആർക്കാണ്? 2022 2020 വേൾഡ് ക്രിക്കറ്റ് ലോകകപ്പ് ലഭിച്ചത് ആർക്കാണ്? നമുക്കറിയാം 2022 വേൾഡ് കപ്പ്, 2020 വേൾഡ് കപ്പ് കിട്ടിയത് ആർക്കായിരുന്നു? ഇംഗ്ലണ്ടാണ് കപ്പ് എടുക്കുന്നത്. പാകിസ്ഥാനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടാണ് 2022 2020 വേൾഡ് കപ്പ് സ്വന്തമാക്കിയതെന്ന് ഓർക്കുക. ഇന്ത്യയും കളിച്ചിരുന്നു. സെമി ഫൈനലിൽ ഇന്ത്യ ആരുമായി പരാജയപ്പെട്ടു? ഇംഗ്ലണ്ടുമായി പരാജയപ്പെട്ടാണ് സെമി ഫൈനലിൽ ഇന്ത്യ പുറത്താകുന്നത്. അതിനുശേഷം ഫൈനലിൽ പാകിസ്ഥാനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് 2020 വേൾഡ് കപ്പ് നേടിയതെന്ന് ഓർത്തിക്കാം. ഇംഗ്ലണ്ടിന്റെ തന്നെ സാം കറൻ ആണ് ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരമായി, അതോടെ ഫൈനലിലെ മികച്ച താരവും ടൂർണമെന്റിലെ മികച്ച താരമായിട്ട് ആര് തെരഞ്ഞെടുക്കപ്പെട്ടു? ഇംഗ്ലണ്ടിന്റെ സാം കറൻ എന്ന് പറയുന്ന പേസ് ബൗളറാണ് മികച്ച താരമായിട്ട് തെരഞ്ഞെടുത്തത്. ടൂർണമെന്റിന്റെയും അതോടെ ഫൈനലിൽ മികച്ച താരമായി തെരഞ്ഞെടുത്തത് സാം കറൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഓർത്തിക്കുക. ഇനി അതോടൊപ്പം തന്നെ മറ്റു കാര്യം കൂടി, 2019 നമുക്കറിയാം വൺ ഡേ വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു. 2019 വൺ ഡേ വേൾഡ് കപ്പ് നേടിയതുമാരാണ്? ഇംഗ്ലണ്ട് തന്നെയാണ്. 2019 വൺ ഡേ വേൾഡ് കപ്പ്, ഏകദിന വേൾഡ് കപ്പ് ക്രിക്കറ്റ് നേടിയതും ആരാണ്? ഇംഗ്ലണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയ റെക്കോർഡ് കൂടി എടുക്കുന്നുണ്ട്. എന്താ റെക്കോർഡ്? ഒരേ സമയം ഏകദിന 2020 വേൾഡ് കിട്ടിയ, ഒരേ സമയം ഏകദിന വൺ ഡേ, ഏകദിന 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഒരേ സമയം കയ്യിൽ വെക്കുന്ന ആദ്യ രാഷ്ട്രം എന്നും ഏതാണ്? ഇംഗ്ലണ്ടാണ്. മനസ്സിലായി? 2019 വൺ ഡേ കപ്പും ആർക്കാണ്? ഇംഗ്ലണ്ടിനാണ് കിട്ടിയത്. അത് കഴിഞ്ഞപ്പോൾ 2020 2020 വേൾഡ് കപ്പും ആർക്കാണ് കിട്ടിയത്? ഇംഗ്ലണ്ടിന്. അതുകൊണ്ട് തന്നെ ഈ 2020 വേൾഡ് കപ്പും വൺ ഡേ കപ്പും രണ്ടും ഒരേ സമയം കയ്യിൽ വിളിക്കുന്ന ആദ്യത്തെ രാഷ്ട്രമായിട്ടും ഇത് മാറിയിട്ടുണ്ട്, ഇംഗ്ലണ്ട് മാറിയിട്ടുണ്ടെന്ന് മറക്കാതെ പഠിച്ചിരിക്കുക. ക്ലിയർ ആയിരിക്കും? മറക്കണ്ട, 2020 2020 വേൾഡ് കപ്പ് കിട്ടിയത് ഇംഗ്ലണ്ടിനാണ്. പാകിസ്ഥാൻ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിട്ടാണെന്ന് കാര്യം ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയിരിക്കും? ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കും. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഋഷി സുനാക്ക് ബ്രിട്ടന്റെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ്? നമുക്ക് അറിയാലോ, ഈ റീസെന്റ് നമ്മൾ കേട്ടാണ് ഋഷി സുനാക്ക് ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി അല്ലെ. ബ്രിട്ടന്റെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് ഋഷി സുനാക്ക് എന്നാണ് ഓർത്തുക? 57ാമത്തെ പ്രധാനമന്ത്രിയാണ്. ബ്രിട്ടന്റെ 57ാമത്തെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ വംശജനായിട്ടുള്ള ഋഷി സുനാക്ക് എന്ന് പറയുന്നത്. അതേസമയം ബ്രിട്ടന്റെ ആദ്യത്തെ ബ്രിട്ടീഷുകാരനല്ലാത്ത പ്രധാനമന്ത്രിയാണ്, ആദ്യത്തെ ഏഷ്യൻ വംശജനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ്, ആദ്യത്തെ ഇന്ത്യൻ വംശജനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ്, ആദ്യത്തെ ഹിന്ദു മതവിശ്വാസിയായിട്ടുള്ള പ്രധാനമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ ആധുനിക ബ്രിട്ടന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരാണ്? ഋഷി സുനാക്കാണ്. 42 വയസ്സ്. മറക്കണ്ട, ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി ഋഷി സുനാക്ക് ഇന്ത്യൻ വംശജനാണ്, ആദ്യത്തെ ഏഷ്യൻ വംശജനാണ്,
ആദ്യത്തെ ഹിന്ദുമത വിശ്വാസിയാണ്, ബ്രിട്ടീഷുകാരനല്ലാത്ത ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരാണ്? ഋഷി സുനാക്കാണ്. 42 വയസ്സാണ്. അതേസമയം 57ാമത്തെ പ്രധാനമന്ത്രിയാണ് നോക്കി. കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായിരുന്നു. കൺസർവേറ്റീവ് പാർട്ടിയുടെ 148 MP-മാരുടെ സപ്പോർട്ടോടുകൂടിയാണ് ഋഷി സുനാക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ കാര്യം കൂടി ഓർത്തി. കൺസർവേറ്റീവ് പാർട്ടിയുടെ 148 MP-മാരുടെ പിന്തുണയോടുകൂടിയാണ് ഋഷി സുനാക്ക് പ്രധാനമന്ത്രിയായെന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ വംശജനാണ് ആ കാര്യമൊക്കെ ഓർത്തു വയ്ക്കുക. ഇനി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരെ പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തു വയ്ക്കുക. ബ്രിട്ടന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ചോദിച്ചാൽ നമ്മൾ പറയാം റോബർട്ട് വാൾപോൾ എന്ന് പറയാം. ബ്രിട്ടന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് റോബർട്ട് വാൾപോൾ ആണ്. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചോദിച്ചാൽ നമ്മൾ പറയാം ഹാരോൾഡ് മക്മില്ലൻ. മറക്കണ്ട, ബ്രിട്ടന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി റോബർട്ട് വാൾപോൾ ആണ്. ഇന്ത്യ സന്ദർശിച്ച ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വിസിറ്റഡ് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചോദിച്ചത് ഹാരോൾഡ് മക്മില്ലൻ ആണ്. അതേസമയം ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ആദ്യത്തെ പ്രധാനമന്ത്രി ചോദിച്ചാൽ അത് ആരായിരുന്നു? ഫസ്റ്റ് വേൾഡ് വാർ നടക്കുമ്പോൾ ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചോദിച്ചാൽ പാമർസ്റ്റോൺ ആണ്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചത് വിൻസെന്റ് ചർച്ചിലാണ്. നമുക്കറിയാം വിൻസെന്റ് ചർച്ചിൽ എന്തറിയാം? രണ്ടാം ലോക മഹായുദ്ധം നടക്കും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ സാഹിത്യ നോബൽ കിട്ടുന്ന ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഇതെല്ലാം ആരാണ്? ഈ പറഞ്ഞ വിൻസെന്റ് ചർച്ചിലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാലും ക്ലെമന്റ് ആറ്റ്ലി. അത് പിന്നെ നമ്മൾ മോഡേൺ ഇന്ത്യയിലൊക്കെ പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വിൻസെന്റ് ചർച്ചിലാണ്. സാഹിത്യ നോബൽ കിട്ടുന്ന ആദ്യത്തെ ആള് വിൻസെന്റ് ചർച്ചിലാണ്. ഫസ്റ്റ് വേൾഡ് വാർ കാലത്ത് ആരായിരുന്നു? പാമർസ്റ്റോൺ ആണ്. പിന്നെ ലോർഡ് ജോർജും വരുന്നുണ്ട്, രണ്ടാളുകൾ വരുന്നുണ്ട്. പാമർസ്റ്റോൺ ആണ്. പിന്നെ അതിനു മുന്നേ നമ്മൾ പറഞ്ഞു അതാണ് ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റോബർട്ട് വാൾപോളും. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ആള് ആരാണ്? ഹാരോൾഡ് മക്മിലാണ്. ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു ബ്രിട്ടന്റെ? നമുക്കറിയാം മാർഗരറ്റ് താച്ചർ അല്ലെ. അയൺ വുമൻ ഓഫ് ബ്രിട്ടൻ എന്നറിയുന്നത് മാർഗരറ്റ് താച്ചർ ആയിരുന്നു ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. രണ്ടാമത്തെ ആള് തെരേസ മെയ്, മൂന്നാമത്തെ ലിസ്, ഇപ്പൊ അടുത്ത് രാജിവെച്ചില്ലേ ലിസ്. ഇങ്ങനെ 3 വനിതാ പ്രധാനമന്ത്രിയാണ് ബ്രിട്ടൻ ഉണ്ടായിരുന്നവർക്ക്. അപ്പൊ എന്തായാലും മറക്കണ്ട, ഋഷി സുനാക് 57ാമത്തെ വ്യക്തിയാണ്. ഓർത്തിക്കുക, കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡറാണ്. 42 വയസ്സാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്. ആദ്യത്തെ ഏഷ്യ വംശജനാണ്. ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ്. ഇതെല്ലാം ആദ്യത്തെ ഹിന്ദു മതവിശ്വാസിയാണ്. ബ്രിട്ടീഷുകാരനല്ലാത്ത ആദ്യത്തെ പ്രധാനമന്ത്രി എല്ലാം ആരാണ്? ഋഷി സുനാക് ആണെന്ന കാര്യം മറക്കാതെ പഠിച്ചു. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മുടെ 3ാമത്തെ ചോദ്യം കിട്ടി. ഇനി 4ാമത്തെ ചോദ്യം കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. കേരള സർക്കാരിന്റെ ആദ്യ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കേരള സർക്കാരിന്റെ ആദ്യ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇത് ഓർത്തിക്ക് പുതിയൊരു അവാർഡാണ്. നമ്മൾ ഇന്ത്യയിലെ നമുക്കറിയാം ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് നമുക്കറിയാം ഭാരതരത്ന. അത് കഴിഞ്ഞാൽ പത്മവിഭൂഷൺ, പത്മശ്രീ, ഇങ്ങനെ വരിക. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡാണ് ഭാരതരത്ന. അത് കഴിഞ്ഞാൽ പത്മവിഭൂഷൺ, പത്മശ്രീ. ഈ പത്മ പുരസ്കാരം രീതിയിൽ ഇന്ത്യയിലെ പത്മഭൂഷൺ, പത്മശ്രീ ആ പുരസ്കാരം അതേ മാതൃകയിൽ കേരള ഗവൺമെന്റ് ആരംഭിച്ച അവാർഡാണ് ഇത് കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ. എന്താ പറയാ? കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ. അപ്പോൾ ആദ്യ കേരള ജ്യോതി അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന്? കേരള സർക്കാരിന്റെ ആദ്യ കേരള ജ്യോതി അവാർഡ് കിട്ടിയത് MT വാസുദേവൻ നായർക്കാണ്. മറക്കണ്ട, കേരള സർക്കാരിന്റെ ആദ്യ കേരള ജ്യോതി അവാർഡ് ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പുരസ്കാരമാണ് കേരളപ്രഭ എന്ന് പറയുന്നത്. കേരളപ്രഭ അവാർഡ് കിട്ടുന്നത് മമ്മൂട്ടിക്കാണ്. നമ്മുടെ ഫിലിം സ്റ്റാർ, മലയാള സിനിമ നടനായ മമ്മൂട്ടിക്കാണ്. അതോടൊപ്പം NN പിള്ളയ്ക്കാണ്. NN പിള്ളയ്ക്ക് കിട്ടിയിട്ടുണ്ട്. എഴുത്തുകാരനായിട്ടുള്ള ഓം ചേരിക്കുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടർ മാധവ മേനോന് കിട്ടിയത്. മാധവ മേനോൻ എന്ന് പറയുന്നത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അതോടൊപ്പം തന്നെ ആദിവാസി ക്ഷേമ പ്രവർത്തകനായിട്ടുള്ള മാധവ മേനോൻ. അപ്പൊ ഈ 4 ആളുകൾക്കാണ് ഇത് കിട്ടുന്നത് കേരള പ്രഭ അവാർഡ്. ആർക്കൊക്കെ പറഞ്ഞത്? കേരള ജ്യോതി ഒരാൾക്കേ കൊടുത്തിട്ടുള്ളൂ. ആർക്കാണ്? MT വാസുദേവൻ നായർക്ക്. കേരള പ്രഭ അവാർഡ് നമുക്ക് ആര് പറഞ്ഞു? ഇപ്പൊ ഞാൻ പറയാം മമ്മൂട്ടി, NN പിള്ള, എഴുത്തുകാരനായിട്ടുള്ള ഓം ചേരി, മാധവ മേനോൻ. ഇങ്ങനെ 4 ആളുകൾക്കാണ് കേരളപ്രഭ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കേരളശ്രീ അവാർഡ്. കേരളശ്രീ അവാർഡ് കിട്ടിയത് കാനായി കുഞ്ഞിരാമൻ നായർക്കുണ്ട്. കാനായി കുഞ്ഞിരാമൻ നായർക്ക് കിട്ടി. അതോടൊപ്പം MP പരമേശ്വരന് കിട്ടിയിട്ടുണ്ട്. MP പരമേശ്വരൻ. അത് കഴിഞ്ഞാൽ മുതുക്കാട്, നമുക്കറിയാം ഗോപിനാഥ് മുതുക്കാടിന് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചസേപ്പ് ചിറ്റിലപ്പള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. വൈക്കം വിജയലക്ഷ്മിക്ക് ഉണ്ട്. സത്യഭാമ ദാസ്, ഒരു ഗവേഷകനായിട്ടുള്ള സത്യഭാമ ദാസ്. ഇങ്ങനെ 6 ആളുകൾക്കാണ് ഇത് കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ മറക്കണ്ട, നമ്മുടെ പത്മ പുരസ്കാരത്തിന് അതേ മാതിരി കേരള ഗവൺമെന്റ് ആരംഭിച്ച പുരസ്കാരങ്ങളാണ് കേരള ജ്യോതി, കേരളപ്രഭ ആൻഡ് കേരളശ്രീ. കേരള ജ്യോതി ലഭിച്ചത് MT വാസുദേവനർക്ക്. കേരള പ്രഭ അവാർഡ് മമ്മൂട്ടി, ഓം ചേരി, NN പിള്ള, മാധവ മേനോൻ, TK മാധവ മേനോൻ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കേരളശ്രീ അവാർഡാണ്. ഞാൻ പറഞ്ഞു ആരാണ്? കാനായി കുഞ്ഞിരാമൻ നായർ. അത് കഴിഞ്ഞാൽ
അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കെ കുഞ്ഞിരാമൻ നായർ. അത് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു മുതുകാട് ഉണ്ട്, MP പരമേശ്വരൻ നായരുണ്ട്, വൈക്കം വിജയലക്ഷ്മി ഉണ്ട്, സത്യഭാമ ദാസ് ഉണ്ട്. ഇത്രയും ആളുകളാണ് കേരളശ്രീ പുരസ്കാരം. ക്ലിയർ? അപ്പൊ കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ മറക്കാതെ പഠിച്ചു വയ്ക്കുക. ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാണ് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് എന്ന റെക്കോർഡ് ലഭിച്ചതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് എന്ന റെക്കോർഡ് ഈ അടുത്ത് ലഭിച്ചത് ആർക്കാണ്? ഓർത്തിക്കുക, നമ്മൾ പൊതുവെ പഠിക്കാറുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന പൊതുമേഖലാ സ്ഥാപനം നമ്മൾ ഇന്ത്യൻ റെയിൽവേയാണ് പഠിക്കാറ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേയാണ് പഠിക്കുന്നത്. അതിനുശേഷം അതിന് മാറ്റം വന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ നൽകുന്ന ആ ഒരു ഗവൺമെന്റ് സ്ഥാപനം അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനം ചോദിച്ചത് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം എന്ന് പറയും. ജസ്റ്റ് ആ ചോദ്യമാണ് ഇപ്പോൾ മാറി. ഓർത്തിക്കുക, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന തൊഴിൽ ദാതാവ്, ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് എന്ന് പറയുന്നത് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം എന്ന ആ ഒരു റെക്കോർഡ് മാറിയത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയമായിട്ട് മാറിയിട്ടുണ്ട്. ഓർത്തിക്കുക, 29.2 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് എന്ന റെക്കോർഡ് വാങ്ങിയില്ലേ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം വാങ്ങിയിട്ടുള്ളത്. അതിന് താഴെയാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് എന്ന് പറയുന്നതാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം. 29.1 ലക്ഷം തൊഴിലാളികളാണ് അതിലുള്ളത്. കിട്ടിയ പിന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന കമ്പനി ചോദിച്ചാൽ 23 ലക്ഷം വാൾമാർട്ടാണ് വരുന്നത്. അമേരിക്കയിലെ വാൾമാർട്ടാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന സ്വകാര്യ കമ്പനി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലോ? അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയമാണ്. 29.2 ലക്ഷം ആളുകളാണ്. ക്ലിയർ ആയില്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, കറണ്ട് അഫയേഴ്സിൽ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളുമായി നമ്മൾ 5 കറണ്ട് അഫയേഴ്സ് വളരെ ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ ഭംഗിയായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ 9846298093 എന്ന നമ്പറിൽ കമന്റ് ചെയ്താൽ വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസുകളൊക്കെ നിങ്ങൾ നൽകാനാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ പറയുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ വേണ്ടപ്പെട്ട പഠനവുമായി ബന്ധപ്പെട്ട അറിവ് നേടാൻ താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.